ഡീൽസ് കേരളയിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റ് ടെൻഷൻ അപ്ഡേറ്റ്സിലേക്ക്. ഇസ്രായേലിലെ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ പുതിയ റൗണ്ട് ആക്രമണങ്ങൾ ആരംഭിച്ചതായി ഇറാൻ സൈന്യം. തെൽ അവീവ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അപായ സൂചന നൽകുന്ന സൈറണ്ടുകൾ മുഴങ്ങുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അധിനിവേശ ഹൈഫ തുറമുഖത്തെ എണ്ണ, വാതക ശുദ്ധീകരണശാലകളെയും ഇന്ധന സംഭരണ ടാങ്കുകളെയും ലക്ഷ്യമിട്ടതായി ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് (IRGC) വ്യക്തമാക്കി. വ്യോമസേന വിന്യസിച്ച ഡ്രോണുകൾ ഉപയോഗിച്ചാണ് തിരിച്ചടി നടന്നത്. ശക്തമായ മിസൈലുകളാണ് ഇനി പ്രയോഗിക്കാനൊരുങ്ങുന്നതെന്ന് IRGC വ്യക്തമാക്കുന്നു. തങ്ങളുടെ മിസൈൽ പദ്ധതി തകർക്കപ്പെട്ടുവെന്ന US-ന്റെ അവകാശവാദങ്ങളെ IRGC തള്ളിക്കളഞ്ഞു. 1 ടണ്ണിലധികം ഭാരമുള്ള യുദ്ധശീർഷകങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതായ മിസൈലുകൾ തങ്ങൾ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും IRGC വ്യക്തമാക്കി. എന്നാൽ മിസൈലുകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർ പങ്കുവയ്ക്കുന്നില്ല. ഇറാന്റെ എണ്ണ സംഭരണികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടിയായാണ് ഈ തിരിച്ചടിയെന്നും അമേരിക്കയ്ക്കും കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന സയണിസ്റ്റ് ഭരണകൂടത്തിനുമെതിരായ പോരാട്ടം അന്തിമ വിജയം നേടുന്നതുവരെ തുടരുമെന്നും IRGC പറയുന്നു. ഇറാനിയൻ മിസൈലുകളുടെ അരവ് മനസ്സിലാക്കി അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളിലുടനീളം സൈറണുകൾ മുഴങ്ങുന്നുണ്ട്. അതേസമയം ഇറാൻ-അമേരിക്ക സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശക്തമായ മറുപടിയാണ് ഇറാൻ നൽകിയത്. യുദ്ധത്തിന്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത് അമേരിക്കയല്ലെന്നും മറിച്ച് തങ്ങളാണെന്നുമായിരുന്നു ഇറാന്റെ മറുപടി. മേഖലയുടെ ഭാവി ഇപ്പോൾ ഇറാൻ സേനയുടെ കൈകളിലാണെന്നും ഇറാൻ കൂട്ടിച്ചേർത്തിരുന്നു. ഇതിനിടെ സംഘർഷത്തിൽ മധ്യസ്ഥ നീക്കത്തിന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്നദ്ധത അറിയിച്ചതായി റഷ്യ അറിയിച്ചിട്ടുണ്ട്. സാധ്യമായ എല്ലാ സഹകരണവും നൽകുമെന്നും ട്രംപിനോട് ചില നിർദ്ദേശങ്ങൾ വെച്ചെന്നും റഷ്യ വ്യക്തമാക്കി. ഇന്നലെ ട്രംപുമായി പുടിൻ ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതിലാണ് നിർദ്ദേശങ്ങൾ വെച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അസംസ്കൃത എണ്ണ വിതരണം തടഞ്ഞാൽ ഇറാൻ ഏറ്റവും കടുത്ത ആക്രമണം നേരിടേണ്ടിവരുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞു. യുദ്ധത്തിൽ റഷ്യ ഇടപെടില്ലെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അറിയിച്ചതായും ഹെഗ്സെറ്റ് പറഞ്ഞു. ട്രംപിന്റെ വാക്കുകൾക്ക് മറുപടിയായി യുദ്ധത്തിന്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത് അമേരിക്കയല്ലെന്നും മറിച്ച് തങ്ങളാണെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറഞ്ഞിരുന്നു. മേഖലയുടെ ഭാവി ഇപ്പോൾ ഇറാൻ സേനയുടെ കൈകളിലാണെന്നും IRGC പറഞ്ഞിരുന്നു. അതിനിടെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ആവശ്യമായ എന്ത് സഹായത്തിനും തയ്യാറാണെന്ന് റഷ്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. സാധ്യമായ എല്ലാ സഹകരണവും നൽകുമെന്നും ട്രംപിനാട് ചില നിർദ്ദേശങ്ങൾ വെച്ചെന്നും റഷ്യ വ്യക്തമാക്കി. ഇന്നലെ ട്രംപുമായി പുടിൻ ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതിലാണ് നിർദ്ദേശങ്ങൾ വെച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലെബനനിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. 84 കുട്ടികൾ കൊല്ലപ്പെടുകയും 6067,000-ത്തിലധികം ആളുകൾ കുടിയേറപ്പെടുകയും ചെയ്തതായി 2 UN ഏജൻസികൾ ചൊവ്വാഴ്ച പറഞ്ഞു. രാജ്യത്തുടനീളം വലിയ തോതിൽ ജീവിതങ്ങൾ താറുമാറായിരിക്കുകയാണ്. ഈ മാസം ഇറാൻ പിന്തുണയുള്ള ലെബനൻ തീവ്രവാദി സംഘടനയായ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും ഡ്രോണുകളും വിക്ഷേപിച്ചപ്പോൾ രാജ്യത്തുടനീളം കനത്ത ബോംബാർഡ്മെന്റോടെയാണ് ലെബനൻ ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവർ 486 പേരും പരിക്കേറ്റവർ 1313 പേരുമാണ്. ഇതിൽ 259 പേർ കുട്ടികളുമാണ്. ഇത് 7 ദിവസത്തെ സംഘർഷം മാത്രമാണെന്നും ഇതിനകം 100 കുട്ടികൾ ജീവൻ നഷ്ടപ്പെട്ടതായും നമ്മൾ കാണുന്നു. ലെബനനിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധിയായ അബ്ദി നാസിർ അബൂബക്കർ പറഞ്ഞു. നമുക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാകാനുള്ള കാരണം ഒന്നെന്തെന്നാൽ നമ്മൾ കാണുന്ന ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ബെയ്റൂട്ടിലേതുപോലെ നഗരകേന്ദ്രങ്ങളിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹിസ്ബുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾക്കായി ഇറാനോട് തുർക്കി പ്രസിഡന്റ് എർദോഗൻ ആവശ്യപ്പെട്ടു. ആവശ്യത്തോട് ഇറാൻ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. റഷ്യയും ചൈനയും വെടിനിർത്തലിനായി സമീപിച്ചുവെന്നും ഇറാൻ അവകാശപ്പെട്ടു. അതിനിടെ ബഹ്റൈനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 29 മരിച്ചു. സൗദിയിലും UAE-യിലും കുവൈത്തിലും ഇറാൻ ആക്രമണ ശ്രമം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.